നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യം മുഴുവൻ കത്തുമ്പോൾ തലസ്ഥാനത്ത് വീണ്ടും നാടകീയ രംഗങ്ങൾ. പരീക്ഷാ തട്ടിപ്പിൽ മനം നൊന്ത് ജീവനൊടുക്കേണ്ടി വന്ന നിർഭാഗ്യവാന്മാരായ വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും നീതി ചോദിച്ച് തെരുവിലിറങ്ങി പോലീസിന്റെ അടി വാങ്ങിക്കൂട്ടിയ യുവതലമുറയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിലെ എംപിമാർ നടത്തിയ സമാധാനപരമായ മാർച്ചിനെ വഴിയിലുടനീളം തടയാൻ ഡൽഹി പോലീസ് സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. എന്നാൽ പോലീസിന്റെ സകല ബാരിക്കേഡുകളും പ്രതിരോധങ്ങളും കാറ്റിൽ പറത്തി മുന്നോട്ട് കുതിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയാണ് ഡൽഹി വീണ്ടും കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് 7 കല്യാൺ മാർഗിൽ ഉള്ള പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരം നടന്നതും പോലീസ് രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ജനക്കൂട്ടം ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നടന്ന നിർണായകമായ എംപിമാരുടെ യോഗത്തിന് ശേഷം നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. യോഗം നടക്കുമ്പോൾ തന്നെ വസതിക്ക് പുറത്ത് ദ്രുതകർമ്മസേനയടക്കം വിന്യസിച്ച് പോലീസ് കനത്ത സുരക്ഷാ വലയം തീർത്തിരുന്നു. യോഗം അവസാനിച്ചാൽ ഉടൻ തന്നെ സമാധാനപരമായി പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കാൻ 3 ബസ്സുകളിലായി എംപിമാർ പുറപ്പെടുകയായിരുന്നു. ആദ്യം ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ 30 ജനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിലേക്ക് യാത്ര തിരിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇവിടേക്കുള്ള വഴിയിലും പോലീസിന്റെ വക പാരവണിയിൽ തുടരുകയായിരുന്നു. എംപിമാർ സഞ്ചരിച്ച ബസ്സുകൾ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞതോടെ അന്തരീക്ഷം വല്ലാതെ പുകഞ്ഞു. നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബാരിക്കേഡുകൾ ബലപ്രയോഗത്തിലൂടെ നീക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രതിപക്ഷ എംപിമാരും തമ്മിൽ കടുത്ത വാക്തർക്കവും കയ്യേറ്റ സമാനമായ സാഹചര്യവും ഉടലെടുത്തു. എന്തിനാണ് തങ്ങളുടെ ബസ് തടഞ്ഞെന്ന് പോലീസിനോട് രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ തന്നെ ചോദിച്ചു. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് താൽക്കാലികമായി വഴിമാറിയെങ്കിലും കുറച്ചകലെ വെച്ച് വീണ്ടും ബസ്സുകൾ തടഞ്ഞു. ഇതോടെ പോലീസിന്റെ കണ്ണുരുട്ടലിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് വ്യക്തമാക്കി നേതാക്കൾ വീണ്ടും ഉറച്ചു നിൽക്കുകയായിരുന്നു. അധികാരത്തിന്റെ ബലത്തിൽ വിദ്യാർത്ഥികളുടെ ശബ്ദം അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അങ്ങനെ നടത്താമെന്ന് കേന്ദ്ര സർക്കാർ കരുതേണ്ടതില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ലെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഒപ്പം വിട്ടുവീഴ്ചയില്ലാതെ പൂർണ്ണശക്തിയോടെ പ്രതിപക്ഷം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും തങ്ങൾ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് കോൺഗ്രസ് എംപി കുമാരി സെൽജിയും വ്യക്തമാക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച രാഹുലും പ്രിയങ്ക അടക്കമുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരുന്നു. ഡൽഹി പോലീസിനെയും കേന്ദ്ര ഭരണകൂടത്തെയും ഞെട്ടിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് സമരം കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യ എംപിമാരും ഒക്കെ സംഘത്തിലുണ്ട്. 3 ബസ്സുകളിലായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നിര മുഴുവനും രാജ്യത്തെ നീറ്റ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങിയ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യവുമായി ഗാന്ധി സ്മൃതി ഭവനിലേക്ക് നീങ്ങുകയാണ്.